നമ്മൾ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തത് കൊണ്ട് ഈ പാൽക്കപ്പ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഇരട്ടി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും പാൽക്കപ്പ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഈ പാൽക്കപ്പ ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അഡിക്ഷനാവും. പിന്നെ കപ്പ കിട്ടിയാൽ നിങ്ങളിത് ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ എന്നാൽ വളരെ ടേസ്റ്റുമായിട്ട് ഞാൻ സ്പെഷ്യൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഈ ഒരു പാൽക്കപ്പേൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ. നല്ല കപ്പ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം എനിക്കിന്നിവിടെ നല്ല കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് കപ്പ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മൂത്ത നല്ല പൊടിയുള്ള കപ്പ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ ആ ഇളക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കൊഴിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് ഈ കപ്പ കൊത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ ഈ ആര് എന്നാട്ടോ നമ്മളെവിടെയൊക്കെ പറയും, നിങ്ങൾ അവിടെ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എല്ലാ കപ്പ കഷ്ണത്തിൻ്റെയും ഉള്ളിലുള്ള ഈ ആര് കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തിന്നുന്ന സമയത്ത് ഇങ്ങനെ കടിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കപ്പ മുഴുവനായിട്ട് വെട്ടി നുറുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുക്കറിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കുക. അതായത് ഇതിനൊരു കൊഴുപ്പുണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കുറച്ചധികം ഉപ്പിടാൻ നോക്കുക. കാരണം നമ്മൾ ഈ വെള്ളം ഊറ്റി കളയുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് അങ്ങനെ പോവുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് അധികം ഇടണം കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലടിച്ചപ്പോൾ തന്നെ ഇതിങ്ങനെ ഈ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കേട്ടോ. ഈ കപ്പ എപ്പം കണ്ടാലും അല്ലെങ്കിൽ എത്ര കഴിച്ചാലും നമുക്ക് മടുക്കാത്തൊരു പ്രത്യേകിച്ച് ഈ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു വിഭവമാണല്ലേ ഈ കപ്പ എന്ന് പറയുന്നത്. നമുക്ക് ഏത് സമയത്ത് കിട്ടിയാലും നമ്മളിത് കഴിക്കുമല്ലോ. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പം നല്ല കപ്പ ആയാലും ഇതാ ഇതുപോലെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല പൊടിയുള്ള കപ്പ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇങ്ങനെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല രസമാണ് കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഒരു മുറി തേങ്ങൻ്റെ പാലാണ് എടുത്തത്. അതൊരു 2 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ച് തന്നെ വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാലിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിങ്ങനെ പതിയെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ലൂസിലാണ് വേണ്ടത്. എന്നിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് കുറച്ചധികം സമയം അങ്ങനെ തന്നെ വെച്ചാൽ ഒന്നും ആവില്ല. തിളപ്പിച്ചില്ലെങ്കിൽ ആ തേങ്ങാപ്പാൽ എന്താ പറയുക കേട് വരുമല്ലോ പെട്ടെന്ന്. അതുകൊണ്ടാട്ടോ തിളപ്പിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് 1-2 സീക്രട്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ടെന്ന്. അതായത് നമ്മൾ സാധാരണ കടുക് പൊട്ടിച്ച് നമ്മൾ കറിവേപ്പിലയും മുളകൊക്കെ ഇട്ടിട്ടാണല്ലോ വറവ് ചെയ്യാറ്. പക്ഷേ ഞാനിതിൽ കുറച്ച് ചെറിയുള്ളി കുറച്ച് അധികം തന്നെ കേട്ടോ, ഒരു 5-8 ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് ചതക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളി തൊലിയൊന്നും കളയണമെന്നൊന്നുമില്ല, അതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ ഈ വറവ് ചെയ്യുന്ന സമയത്തിട്ടാൽ ഇതിൻ്റെ രുചി ഞാൻ പറഞ്ഞല്ലോ ഇരട്ടി രുചിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. അങ്ങനെ ആ വറവ് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കപ്പേൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് ലൂസായ പോലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റാവും. അപ്പം നമ്മൾ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് ഞാൻ പറയണ്ടല്ലോ. നല്ല ചൂടോടെ പാൽക്കപ്പ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് വിളമ്പിയിട്ട് അതിൻ്റെ കൂടെ നല്ല കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻ കറിയും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കട്ടോ. ഇത് നല്ലൊരു മഴയുള്ള സമയം കൂടെ ആണെങ്കിൽ ഇതിൻ്റെ എന്താ ഞാൻ പറയാ പ്രത്യേക ഒരു ഫീലാണ്. ഇത് കണ്ടിട്ട് ആർക്കും വായിൽ വെള്ളം വരുന്നു പറയണ്ട, പെട്ടെന്ന് പോയി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഇതിൻ്റെ കൂടെ പൊഴിച്ച ഈ മീൻകറിയില്ലേ, കോട്ടയം സ്റ്റൈൽ മീൻകറി, ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.